തൊഴുത്തിൽ നന്നായിട്ട് സൂപ്പറായില്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഒരു 239 പടികൾ കയറി നമ്മൾ മുരുകനെ കാണാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തല മുണ്ടനം ചെയ്യണ പരിപാടി. അതിവിടെ നല്ല തിരക്കാണ്. പക്ഷേ എനിക്ക് ഈ മുണ്ടനം ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി മുണ്ടനാണ്. ഇനി ഇതേ ഒരു 18 സ്റ്റെപ്പ് കൂടി കയറിയ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണാം. ഓക്കെ. ഹായ്, നമസ്കാരം. വീണ്ടും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എത്തിയിരിക്കുന്നത് പൊന്നൂക്കര, അതായത് ചോച്ചേരിക്കുന്ന് കേരള പഴനി എന്ന് പറയും. അതായത് നമ്മുടെ മെയിൻ പഴനി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന കേരള പഴനി എന്ന് പറയുന്നത് ഇവിടെയാണ്. ചോച്ചേരിക്കുന്ന് പൊന്നൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 250 സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അമ്പലത്തിന് താഴെയായിട്ട് ഇവിടെ ഒരു ഗണപതി കോവിലുണ്ട്. പ്രധാന വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കലാണ്. പിന്നെ പടികോടം നമ്മൾ കാവടി എടുത്ത് പടി കയറി പോവുക. അപ്പോൾ എന്തെങ്കിലും താഴത്തെ വിശേഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇനി മുകളിൽ ചെന്നിട്ട് നമുക്ക് മുരുകനെ കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഒരു 239 പടികൾ കയറി നമ്മൾ മുരുകനെ കാണാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും സ്റ്റെപ്പ് എന്തെങ്കിലും കയറാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഇതിന് ഓരോ സ്റ്റെപ്പിനും ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ കുടുംബക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ആ കുടുംബക്കാർക്കൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ മുരുകൻ്റെ. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പൂവും വഴിക്ക് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് അറിഞ്ഞു പോകാം. ഓക്കെ. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി ആൾക്കാർക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്. കാലുവേദന ഉള്ളവർക്കൊക്കെ അതേ ഉണ്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനായിട്ട് ഇതേ ഒരു ബെഞ്ച് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വിശ്രമിച്ച് കയറാം വീണ്ടും. എന്തായാലും സൂപ്പർ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹോട്ടലുകളിലൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിക്കുന്ന വീഡിയോ ആയിരുന്നു. അത് എനിക്ക് എളുപ്പമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ മുരുകനെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇതേ സ്റ്റെപ്പുകൾ കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇതും ഒരു സുഖം അല്ലേ? എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കാണുന്നവർക്കും ചെയ്യുന്ന ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. ഓക്കെ, വീണ്ടും കയറാം. അപ്പോൾ ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് കയറി ഏകദേശം നമ്മൾ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് എത്താറായി. പിന്നെ ഇവിടുത്തെ മുകളിൽ കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തല മുണ്ടനം ചെയ്യണ പരിപാടി. അതിവിടെ നല്ല തിരക്കാണ്. പക്ഷേ എനിക്ക് ഈ മുണ്ടനം ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി മുണ്ടനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് വഴി മാത്രമല്ല കയറി വരാനുള്ളത്. വയസ്സായിരിക്കും, ഇനിയിപ്പോൾ കാലിന് മുട്ടുവേദനയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് വാഹനം വരാനുള്ള സൗകര്യം ഇതിലിങ്ങനെ വളഞ്ഞിട്ട് അപ്പുറത്തെ വഴി കൂടെ ഉണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ അതേ തൊട്ടപ്പുറത്ത് കാണുന്നത് ഊട്ടുപുര, അതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി സ്റ്റെപ്പ് നമ്മൾ കയറിയ ഇനി നേരെ നമ്മുടെ മെയിൻ സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്നതിൻ്റെ അവിടേക്ക് നമ്മൾ ഇനി കയറി ചെല്ലാൻ പോവുകയാണ്. അപ്പോൾ ഇനി അതും കൂടി നമുക്കൊന്ന് കാണാം. നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഇതേ ഒരു ആല് കയറി വരുമ്പോൾ തന്നെ നല്ല വൈബ് കിട്ടാവുന്ന രീതിയിലുള്ള നല്ലൊരു ആല്, വേറെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. രസമാണ്. നിങ്ങളെന്തായാലും ഇത് നമ്മുടെ ഈ കേരള പഴനി എന്ന് പറയുന്ന ഈ അമ്പലം എല്ലാവരും കണ്ടിരിക്കണം. കേരളത്തിലത്തെ എല്ലാവരും കണ്ടിരിക്കണം. ഇനി ഇതേ ഒരു 18 സ്റ്റെപ്പ് കൂടി കയറിയ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ നടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സ്വാമിമാരെ കിട്ടിയിട്ടുണ്ട്. മാളികപ്പുറമൊക്കെ ഉണ്ട്. മാളികപ്പുറം അവിടെ നടക്കണം, ഓടി വാ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അമ്പലത്തേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചറിയാം കാര്യങ്ങൾ. സ്വാമി ശരണം. സ്ഥലം എവിടെയാണ്? നമ്മൾ ചെറുകുന്നാണ് നമ്മുടെ സ്ഥലം വരുന്നത്. കണ്ണൂർ ജില്ലയാണ്. നമ്മൾ ശബരിമലയ്ക്ക് പോയിട്ട് വരുന്ന വഴിയാണ് ഇവിടെ പറഞ്ഞിട്ട് കയറിയതാണ്. നമ്മുടെ കേരള പഴനിയോട് അതേപോലെ സാമ്യമുണ്ട്. പടികളും കാര്യങ്ങളൊക്കെ നല്ലൊരു ഭക്തിസാന്ദ്രമായ ഇതാണ്. കാണാനും എല്ലാം നല്ല ഭംഗിയുള്ള അമ്പലങ്ങളാണ്. ഫസ്റ്റ് ടൈമാണ്. എന്താ മാളിപ്പുറം അയ്യപ്പനാണ്ടാ തൊഴുത്തിൽ നന്നായിട്ട് സൂപ്പറായില്ലേ? ഇപ്പൊ നേരെ ഇവിടെ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ട അമ്പലം? എങ്ങനെ തിരക്കുണ്ടായിരുന്നാ ശബരിമലയില്? തിരക്കുണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇനിയിപ്പോ നേരത്തെ ഇരിക്കാണ് അല്ലേ? ഗുരുവായൂർ പോയിട്ട് പോകണം അല്ലേ? ശരി. അപ്പൊ ഓക്കെ. അപ്പൊ സംശരണം, സന്തോഷം. ഓക്കെ.
ക്ഷേത്രത്തിൻ്റെ പണികൾ ഇതേ ചെറുതായിട്ട് ഇങ്ങനെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വരാൻ പറഞ്ഞത് വേറൊരു വൈബാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ആ വ്യൂ, ആ വഴിയില്ലേ, അതാണ് ഈ അമ്പലത്തിലേക്ക് വരാനുള്ള ആദ്യത്തെ വഴിയായിരുന്നത്. സ്റ്റെപ്പ് വരുന്നേക്കാൾ മുന്നുള്ള വഴിയാണ് ഇങ്ങനെ കാണുന്നത്. അവിടുത്തെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേരള പഴനിന്ന്. അതിലിങ്ങനെ റൗണ്ട് ചെയ്ത് അങ്ങനെയായിരുന്നു ആദ്യം ഈ അമ്പലത്തിലേക്ക് വന്നിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ 230 സംതിങ് പടികൾ ആയത്. ഇതേ നോക്കിയേ കണ്ടാ, ഇവിടെ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമീനെ കാണാൻ വേണ്ടിയിട്ട് ഇതേ വേറൊരു കുഞ്ഞുസ്വാമി വന്നിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞാൻ അങ്ങോട്ട് ഒരു ഹായ് പറ, ടാറ്റ കൊടുക്ക്, അങ്ങോട്ട് ടാറ്റ കൊടുക്ക്. ഹായ്, ഈ കൈ എവിടെ? ടാറ്റ കൊടുത്തേ അവിടെ. ഹായ്. അപ്പോൾ പുത്തൂരിലെ ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, ബൈ.